പുഞ്ചിരി ഒരു തിരുവട്ടമാണ്. സങ്കടപ്പെടുന്നവരുടെ മുഖത്തു നോക്കി കരുണയോടെ ഞാൻ പുഞ്ചിരിക്കും എന്ന വിശുദ്ധ അൽഫോൻസാമയുടെ സൂക്തവാക്യം നമുക്ക് ഓർക്കാം. 23 വയസ്സ് കഴിഞ്ഞ ശാരീരിക മാനസിക വൈകല്യമുള്ള കുട്ടികൾക്ക് തൊഴിൽ പരിശീലനം നൽകുന്ന വിവിധ ജോലികളിൽ ഏർപ്പെട്ടിരിക്കുന്ന കുട്ടികളെ സംരക്ഷിക്കുന്ന അൽഫോൻസ സോഷ്യൽ സെന്ററിന്റെ കീഴിൽ നോർത്ത് കിടങ്ങൂരിൽ സെറാഫിക് എഫ്സി കോൺവെന്റിന്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ് സെന്റ് അൽഫോൻസ വൊക്കേഷൻ ട്രെയിനിങ് സെന്റർ. 2016 മാർച്ച് 20 പ്രവർത്തനം ആരംഭിച്ച ഈ സ്ഥാപനത്തിന്റെ ആദ്യ പ്രിൻസിപ്പൽ റവറന്റ് സിസ്റ്റർ മേഴ്സി പീറ്റർ ആണ്. 40 കുട്ടികളോടുകൂടി ആരംഭിച്ച ഈ സ്ഥാപനത്തിൽ ഇപ്പോൾ 55 കുട്ടികളും 9 അധ്യാപകരുമുണ്ട്. ഞങ്ങളും സമൂഹത്തിന്റെ ഭാഗമാണ്, ഞങ്ങൾക്കും വിവിധ കഴിവുകളുണ്ട് എന്ന യാഥാർത്ഥ്യം നമുക്ക് കാണിച്ചു തരുന്ന വിധത്തിൽ വിവിധ ജോലികളിൽ ഏർപ്പെട്ടുകൊണ്ട് സമൂഹത്തെ ഇവർ ബോധവൽക്കരിക്കുന്നു. സിസ്റ്റർ മേഴ്സി പീറ്ററിന്റെ സ്ഥലം മാറ്റത്തെ തുടർന്ന് സിസ്റ്റർ ലിസ ജോർജ് ഈ സ്ഥാപനത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തു. ഇപ്പോൾ ഈ സ്ഥാപനത്തിന്റെ പ്രിൻസിപ്പൽ സിസ്റ്റർ ദിവ്യ റോസ് ആണ്. വൊക്കേഷണൽ ട്രെയിനിങ് 9:30 മുതൽ 3:30 വരെയാണ് പ്രവർത്തന സമയം. കുട്ടികളെ സ്വയം പര്യാപ്തരാക്കുക, അവരുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുക, അവരുടെ കഴിവുകളെ കുറിച്ച് ബോധവാന്മാരാക്കുക, സ്വയം തൊഴിൽ ചെയ്ത് പണം സമ്പാദിക്കുന്നതിലൂടെ സ്വന്തം ആവശ്യങ്ങൾ നിറവേറ്റുക എന്നീ ലക്ഷ്യങ്ങളെ മുൻനിർത്തി കുട്ടികൾക്കായി തൊഴിൽ പരിശീലനം നൽകുന്നു. നമ്മുടെ സ്കൂളിലെ മുഴുവൻ കുട്ടികളും ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ തൊഴിൽ പരിശീലിക്കുന്നു. ഇവിടെ പേപ്പർ ക്യാരി ബാഗ് നിർമ്മാണം, സോപ്പ് പൗഡർ മേക്കിംഗ്, ലോഷൻ, ഹാൻഡ് വാഷ്, ഡിഷ് വാഷ്, കോട്ടൺ വേസ്റ്റ് എന്നിവയിൽ കുട്ടികൾക്ക് പരിശീലനം നൽകുന്നു. വിവിധ യൂണിറ്റുകളായി തിരിച്ച് കുട്ടികൾക്ക് ഏതിലാണോ കഴിവ് എന്ന് കണ്ടെത്തി ആ യൂണിറ്റുകളിലേക്ക് കുട്ടികളെ വിടുന്നു. ഇതിൽ നിന്ന് കിട്ടുന്ന ചെറിയ തുക കുട്ടികൾക്കായി നൽകി വരുന്നു. കുട്ടികൾ ഉണ്ടാക്കുന്ന പേപ്പർ ക്യാരി ബാഗ് പ്രിന്റോട് കൂടിയും പ്രിന്റ് ഇല്ലാതെയും വിവിധ കടകളിലേക്ക് കൊടുക്കുന്നു. പെരുമ്പാവൂർ സാൻജോ ഹോസ്പിറ്റൽ, അങ്കമാലി റെഡ് ടെക്സ്റ്റൈൽസ് എന്നിവിടങ്ങളിൽ കവറുകൾ കൊടുക്കുന്നു. സോപ്പ് പൗഡർ കോൺവെന്റുകളിലും ആവശ്യാനുസരണം കുട്ടികളുടെ മാതാപിതാക്കളും കൊണ്ടുപോകുന്നു. ഭൗതിക വെല്ലുവിളി നേരിടുന്നവരോടുള്ള അവഗണനയ്ക്കെതിരെ സംയുക്ത സമരസമിതിയുടെ നേതൃത്വത്തിൽ ഫെബ്രുവരി 19 നടന്ന സെക്രട്ടേറിയറ്റ് ഉപരോധത്തിൽ നമ്മുടെ സെന്ററിനെ പ്രതിനിധീകരിച്ച് അധ്യാപകരും വിദ്യാർത്ഥികളും രക്ഷിതാക്കളും പങ്കെടുത്ത് സമരത്തിന് എല്ലാവിധ പിന്തുണ നൽകുകയും ചെയ്തു. കമ്പ്യൂട്ടർ ട്രെയിനിങ് സമൂഹത്തിന്റെ ഉന്നതങ്ങളിൽ എത്താൻ ഞങ്ങൾക്കും കഴിയും എന്ന ഉറച്ച ബോധ്യത്തോടെ IT മേഖലയിലേക്ക് ആദ്യമായി ചുവടെടുത്തു വയ്ക്കാൻ ഇവരെ പ്രാപ്തരാക്കിയത് 2016 മുതൽ ആരംഭിച്ച അംബ കമ്പ്യൂട്ടർ ട്രെയിനിങ് ആണ്. 2016 മുതൽ 21 കുട്ടികൾ കമ്പ്യൂട്ടർ ഡാറ്റ എൻട്രി ട്രെയിനിങ് നേടി വന്നിരുന്നു. 2020 കോവിഡ് മഹാമാരി ഈ ട്രെയിനിങ് സെക്ഷനെ കാര്യമായി ബാധിച്ചു. കോവിഡ് കാലഘട്ടത്തിൽ വീടുകളിൽ ഉറങ്ങിക്കിടന്നിരുന്ന കുഞ്ഞുങ്ങളെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുവാൻ എറണാകുളം അങ്കമാലി അതിരൂപതയുടെ സോഷ്യൽ വെൽഫെയർ സെന്ററായ സഹൃദയുടെ നേതൃത്വത്തിൽ ഇൻക്ലൂസീവ് ഓർഗ് ഫൗണ്ടേഷന്റെ ആദ്യത്തെ സ്കില്ലിംഗ് സെന്റർ സെന്റ് അൽഫോൻസ വൊക്കേഷണൽ ട്രെയിനിങ് സെന്ററിൽ 16 കുട്ടികളടങ്ങുന്ന ഫസ്റ്റ് ബാച്ച് 2022 ഫെബ്രുവരി 16 ആരംഭിച്ചു. ഇതിന്റെ ഭാഗമായി ടീച്ചേഴ്സിനെ കണ്ടെത്തുകയും വിവിധ IT കമ്പനികളിലെ പ്രഗത്ഭർ ഓൺലൈനായും ഓഫ്ലൈനായും ട്രെയിനിങ് പ്രോഗ്രാംസ് കണ്ടക്ട് ചെയ്ത് ടീച്ചേഴ്സിനെ IT മേഖലയിൽ പ്രാപ്തരാക്കുന്നു. തുടർന്ന് ഇന്നുവരെ 4 ബാച്ചുകളിലായി 40 കുട്ടികൾ പരിശീലനം നേടുകയും ചെയ്തു. വിവിധ IT കമ്പനികളായ TCS, ആബ സോഫ്റ്റ്വെയർ, സെല്ലീസ്, ഫെഡ്സർവ്, ക്രയോൺ, ഫ്രാഗ്മൺ, കൊച്ചിൻ ഷിപ്പ്യാർഡ് എന്നിവരുടെ നേതൃത്വത്തിൽ ക്ലയന്റ് വിസിറ്റിംഗ് നടത്തി കുട്ടികളെ സെലക്ട് ചെയ്ത് അർഹരായ കുട്ടികൾക്ക് ട്രെയിനിങ് നൽകി ജോലികളിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തു. ഇതിന്റെ ഫലമായി 7 പേർ വിവിധ IT കമ്പനികളിലും ഒരാൾ സെൻട്രൽ ഗവൺമെന്റിന്റെ പോസ്റ്റ് ഓഫീസിൽ അസിസ്റ്റന്റ് പോസ്റ്റ് ഓഫീസറായി ജോലികളിൽ പ്രവേശിക്കുകയും അത് തുടർന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. പരിശീലനം പൂർത്തിയാക്കി എന്നാൽ ജോലിയിൽ പ്രവേശിക്കാൻ സാധിക്കാത്ത കുട്ടികൾക്കായി ഇൻക്ലൂസീവ് ഓർഗ് സ്റ്റാർട്ടപ്പ് വഴി കണ്ടെത്തിയ ഡാറ്റ എൻട്രി, ഡിസൈനിങ് വർക്ക്, വീഡിയോ ട്രാൻസ്ക്രിപ്ഷൻ, ഡാറ്റ കളക്ഷൻ തുടങ്ങിയ പ്രോജക്റ്റുകളിലൂടെ കുട്ടികൾക്ക് ഒരു ഇൻകം കണ്ടെത്തുന്നതിന് കഴിയുന്നു. വിവിധ IT കമ്പനികളിലേക്കും കേരള ഗവൺമെന്റിന്റെയും സെൻട്രൽ ഗവൺമെന്റിന്റെയും വിവിധ തസ്തികകളിലേക്കായി റെസ്യൂം
സമർപ്പിക്കുകയും തുടർ നടപടിക്കായി കാത്തിരിക്കുകയും ചെയ്യുന്നു. ഈ അവസരത്തിൽ ഇവർക്ക് എല്ലാവിധ വിജയാശംസകളും നേരുന്നു. ഈ സംരംഭത്തിനായി മുൻകൈയെടുത്ത ഇൻക്ലൂസിസിന്റെ എക്സിക്യൂട്ടീവ് ഓഫീസറും സഹൃദയയുടെ എക്സിക്യൂട്ടീവ് ഡയറക്ടറുമായ ഫാദർ ജോസഫ് കൊളുത്തുവെള്ളിൽ, ഇൻക്ലൂസീവ് ചീഫ് ഡിജിറ്റൽ അഡ്വൈസർ മിസ്റ്റർ റോബിൻ ടോമി, ഇൻക്ലൂസീവ് ചീഫ് സ്ട്രാറ്റജി അഡ്വൈസർ മിസിസ് സ്മിത ജോർജ്, ഇൻക്ലൂസീവ് ഹ്യൂമൻ റിസോഴ്സ് മാനേജർ മിസിസ് സെലിൻ പോൾ എന്നിവരെയും ഇതിന്റെ പുറകിൽ പ്രവർത്തിക്കുന്ന എല്ലാവരെയും നന്ദിയോടെ ഓർക്കുന്നു. ഫിസിയോതെറാപ്പി യൂണിറ്റ്. സെന്റ് അൽഫോൻസ വൊക്കേഷണൽ ട്രെയിനിംഗ് സെന്ററിൽ ഒരു ഫിസിയോതെറാപ്പി യൂണിറ്റ് തുടങ്ങുന്നതിനായി ആവശ്യമായ സാമ്പത്തിക സഹായങ്ങൾ നൽകി ഞങ്ങളെ സഹായിച്ച ചിറ്റനപ്പള്ളി ഫൗണ്ടേഷൻ അംഗങ്ങളോടുള്ള നന്ദിയും കടപ്പാടും ഞങ്ങൾ ഈ സമയം അറിയിക്കുന്നു. ഇതുവഴി കുട്ടികൾക്ക് ശാരീരികമായ ഫിറ്റ്നസ് ലഭിക്കുന്നതിന് സാധിക്കുന്നു. മത്സരങ്ങൾ പ്രാദേശിക തലത്തിലും ജില്ലാ തലത്തിലും സ്റ്റേറ്റ് തലത്തിലും സംഘടിപ്പിക്കുന്ന എല്ലാ മത്സരത്തിലും കുട്ടികളെ പങ്കെടുപ്പിക്കാറുണ്ട്. അങ്കമാലി ഡിസ്ട്രിക്റ്റിൽ എല്ലാ വർഷവും നടത്തുന്ന ജിംഗിൾ ബെൽസ് ക്രിസ്തുമസ് കരോൾ മത്സരത്തിൽ എല്ലാ വർഷവും കുട്ടികൾ പങ്കെടുത്ത് സമ്മാനം വാങ്ങാറുണ്ട്. ഈ വർഷം നമ്മുടെ സ്ഥാപനത്തിന് ഓവറോൾ ട്രോഫി ലഭിച്ചു. വേൾഡ് ഡിസേബിൾ ഡേയുടെ ഭാഗമായി വിൻസെൻഷൻ സൊസൈറ്റി ഈ വർഷം സംഘടിപ്പിച്ച ബാനർ മേക്കിംഗ്, ഫുഡ് ഫെസ്റ്റ്, ഗ്രൂപ്പ് സോങ്, സിംഗിൾ സോങ്, ഗ്രൂപ്പ് ഡാൻസ്, സ്പോർട്സ് തുടങ്ങിയ മത്സരങ്ങളിൽ എല്ലാ ഇനങ്ങളിലും കുട്ടികൾ സമ്മാനാർഹരായി എന്നത് അഭിമാനത്തോടെ എടുത്തു പറയുന്നു. സ്പെഷ്യൽ സ്കൂൾ സ്റ്റേറ്റ് അസോസിയേഷൻ സംഘടിപ്പിച്ച പരിവർത്തന 2025 യുവപ്രതിഭകളെ ആദരിക്കുന്നതിൽ നമ്മുടെ സ്കൂളിൽ നിന്നും 5 പേരുടെ വീഡിയോസ് അയച്ചു കൊടുക്കുകയും സ്റ്റേറ്റ് തലത്തിൽ അബി ആൻഡു, മെജോ ഫിലിപ്പ് എന്നിവരുടെ വീഡിയോയ്ക്ക് 3ാം സ്ഥാനം ലഭിക്കുകയും ഉണ്ടായി. അവർക്ക് പ്രത്യേകം അഭിനന്ദനങ്ങൾ. ബാക്കി കുട്ടികളുടെ വീഡിയോയ്ക്ക് ക്യാഷ് അവാർഡ് ലഭിച്ചു. ചാവറ സ്പെഷ്യൽ സ്കൂളിൽ വെച്ച് പറവൂർ റോട്ടറി ക്ലബ്ബ് സംഘടിപ്പിച്ച ഫെസ്റ്റിൽ വിവിധ സ്ഥാപനങ്ങളുമായി മത്സരിച്ച് നമ്മുടെ സ്കൂളിന് ഗ്രൂപ്പ് സോങ്ങിന് 1ാം സ്ഥാനവും അനിൽ വർഗീസിന് ഡ്രോയിങ്ങിൽ 2ാം സ്ഥാനവും ലഭിച്ചു. വിവിധ ആഘോഷ അവസരങ്ങളിൽ സ്ഥാപനത്തിൽ വെച്ച് നടത്തുന്ന വിവിധ മത്സരങ്ങളിൽ എല്ലാ കുട്ടികളെയും പങ്കെടുപ്പിക്കുകയും സമ്മാനങ്ങൾ നൽകുകയും ചെയ്യുന്നു. ജന്മസിദ്ധമായ തന്റെ കഴിവിനെ വളർത്തിയെടുത്ത് ഇപ്പോഴത്തെ കാലഘട്ടത്തിനനുസൃതമായി അക്രൈലിക് പെയിന്റ് ക്യാൻവാസിൽ വളരെയധികം ചിത്രങ്ങൾ ഭാവനയിൽ നിന്ന് വരയ്ക്കുന്ന ആൽബിൻ ജോസ് സ്കൂളിനെ പ്രതിനിധീകരിച്ച് പലയിടങ്ങളിൽ പോയി മത്സരങ്ങളിൽ പങ്കെടുക്കുകയും നിരവധി സമ്മാനങ്ങൾ കരസ്ഥമാക്കുകയും ചെയ്തിട്ടുണ്ട്. ആൽബിൻ ജോസ് അൽഫോൻസ വൊക്കേഷണൽ സെന്ററിന് അഭിമാനമാണ്. ആഘോഷങ്ങൾ. ഓരോ അധ്യയന വർഷത്തിന്റെ ആരംഭത്തിലും വിശുദ്ധ അൽഫോൻസാമയുടെ തിരുനാൾ ദിനമായ ജൂലൈ 28-നും മറ്റു ആഘോഷ ദിനങ്ങളിലും വിശുദ്ധ ബലി അർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. സ്കൂൾ ഓപ്പണിംഗ് ഡേ, കുട്ടികളുടെ ബർത്ത്ഡേ, സിസ്റ്റേഴ്സ് ഫീസ്റ്റ് ഡേ, ടീച്ചേഴ്സ് ഡേ, ക്രിസ്മസ്, ഓണം സെലിബ്രേഷൻ, പരിസ്ഥിതി ദിനം, യോഗ ദിനം, വായനാ വാരം, വേൾഡ് ഡിസേബിൾ ഡേ എന്നീ ദിനങ്ങളിലെ പ്രത്യേകതകൾ മനസ്സിലാക്കുന്ന വിധത്തിൽ വിവിധ പരിപാടികളോടെ ആഘോഷിക്കുന്നു. വിവിധ ക്ലബ്ബുകളും വ്യക്തികളും മാതാപിതാക്കളും ആഘോഷ പരിപാടികൾ സ്പോൺസർ ചെയ്ത് ഈ ദിനങ്ങളെ മനോഹരമാക്കുന്നു. വിശിഷ്ട വ്യക്തികളുടെയും മാതാപിതാക്കളുടെയും മുൻപിൽ വിവിധ കലാപരിപാടികൾ അവതരിപ്പിച്ച് ഈ ദിനം കൂടുതൽ സന്തോഷമുള്ളതാക്കുന്നു. ക്രിസ്മസിന് വിവിധ മത്സരങ്ങൾ നടത്തി കുട്ടികൾക്ക് സമ്മാനങ്ങൾ നൽകുന്നു. എല്ലാ കുട്ടികളും പരസ്പരം സമ്മാനങ്ങൾ കൈമാറുന്നതോടൊപ്പം ഈ ആഘോഷങ്ങളെല്ലാം അവരുടെ ജീവിതത്തിന്റെ ഭാഗമാക്കുകയും ചെയ്യുന്നു. വിനോദയാത്ര. സ്ഥാപനത്തിന്റെ മധ്യസ്ഥയായ വിശുദ്ധ അൽഫോൻസാമയുടെ കബറിടം സന്ദർശിച്ച് പ്രാർത്ഥിച്ച് പ്രവർത്തന വർഷം കൂടുതൽ അനുഗ്രഹപ്രദമാക്കുവാൻ കഴിയുന്നു. ഈ അടുത്ത വർഷങ്ങളിലായി മൂന്നാർ, മലമ്പുഴ, പീച്ചി, ചാവക്കാട് അക്വേറിയം എന്നീ സ്ഥലങ്ങൾ സന്ദർശിക്കാൻ കുട്ടികളെ കൊണ്ടുപോയി. മാതാപിതാക്കളുടെയും സാന്നിധ്യവും സഹകരണവും യാത്രകൾ കൂടുതൽ സുരക്ഷിതമാക്കുന്നു. കുട്ടികളുടെ മാനസികവും ശാരീരികവും ബൗദ്ധികവുമായ വളർച്ചയെ മുൻനിർത്തി എല്ലാ വർഷവും വിവിധ സ്ഥലങ്ങൾ സന്ദർശിക്കാൻ കൊണ്ടുപോകുന്നത് വഴി കുട്ടികൾക്ക് കൂടുതൽ സന്തോഷവും ഉന്മേഷവും നൽകുന്നതോടൊപ്പം പരസ്പരം സ്നേഹവും ഐക്യവും വളർത്താനും സഹായിക്കുന്നു. സന്ദർശനങ്ങൾ. നൈപുണ്യ കോളേജ് പൊങ്ങം, ഫിസാറ്റ്, ഡിസ്റ്റ് എന്നീ സ്ഥാപനങ്ങളിലെ കുട്ടികൾ ഈ സ്ഥാപനം സന്ദർശിച്ച് കുട്ടികളോടൊപ്പം സമയം ചെലവഴിക്കുന്നു. കുട്ടികൾക്ക് പരസ്പരമുള്ള ബന്ധം ആഴപ്പെടുത്തുവാനും അവർ നടത്തുന്ന കളികളിലും മത്സരങ്ങളിലും കുട്ടികൾ കൂടുതൽ ഉന്മേഷമുള്ളവരാകുന്നതോടൊപ്പം പരസ്പരം ആശയവിനിമയം നടത്തുവാനും പഠിക്കുന്നു. PTA
സെന്റ് അൽഫോൺസ വൊക്കേഷണൽ ട്രെയിനിംഗ് സെന്ററിനെ സംബന്ധിച്ചിടത്തോളം മാതാപിതാക്കളുടെയും പ്രത്യേകമായി PTA എക്സിക്യൂട്ടീവ് അംഗങ്ങളുടെയും സഹകരണവും പ്രോത്സാഹനങ്ങളും വളരെ വിലമതിക്കുന്നതായിരുന്നു. എല്ലാ ആഘോഷ പരിപാടികളിലും PTA എക്സിക്യൂട്ടീവ് അംഗങ്ങൾ ഒരുമിച്ചുകൂടി തീരുമാനങ്ങൾ എടുക്കുകയും അത് നടപ്പിലാക്കാനുള്ള എല്ലാ സഹായ സഹകരണങ്ങൾ നൽകുന്നു എന്നുള്ള യാഥാർത്ഥ്യവും സന്തോഷപൂർവ്വം അറിയിക്കുന്നു. മാതാപിതാക്കൾക്ക് സ്കൂളിന്റെ പ്രവർത്തന വർഷത്തിന്റെ ആരംഭത്തിൽ തന്നെ അവയർനെസ് ക്ലാസുകൾ സംഘടിപ്പിക്കുന്നു. സ്കൂളിന്റെ എല്ലാ പ്രവർത്തനങ്ങളിൽ PTA അംഗങ്ങളുടെ സാന്നിധ്യവും സഹകരണവും വളരെ വിലമതിക്കുന്നതാണ്. ഉപകാരികൾ ഇന്ന് ഈ വാർഷികം ആഘോഷിക്കുമ്പോൾ സെന്റ് അൽഫോൺസ വൊക്കേഷണൽ ട്രെയിനിംഗ് സെന്ററിന്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ഒപ്പം നിന്ന നല്ല മനസ്സുകളെ ഈ അവസരത്തിൽ നന്ദിയോടെ ഓർക്കുന്നു. പേപ്പർ ക്യാരി ബാഗ് മെഷീൻ, ഹോൾ കൺസ്ട്രക്ഷൻ എന്നീ 2 സംരംഭങ്ങളിലും ബഹുമാനപ്പെട്ട തോമസ് മുട്ടം അച്ഛൻ്റെയും ഫൗണ്ടേഷൻ മെമ്പേഴ്സിൻ്റെയും സഹകരണവും പ്രോത്സാഹനവും വളരെ വലുതാണ്. അച്ഛൻ്റെയും ഫൗണ്ടേഷൻ്റെയും എല്ലാ പ്രവർത്തനങ്ങളിലും സർവേശ്വരൻ്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹോൾ കൺസ്ട്രക്ഷന് വേണ്ടി ഫെഡറൽ ബാങ്ക് അങ്കമാലിയും, റോട്ടറി ക്ലബ് തുറവൂർ ആൻഡ് കാലടിയും, റോട്ടറി ക്ലബ് ഹെറിറ്റേജ് അങ്കമാലിയും, ഡോക്ടർ ഓമന, ഡോക്ടർ ബെന്നി പാറേക്കാട്ടിൽ എന്നിവരുടെ സഹായ സഹകരണങ്ങളെയും ഈ അവസരത്തിൽ നന്ദിയോടെ ഓർക്കുന്നു. കുട്ടികൾക്ക് വേണ്ടി ഒരു കമ്പ്യൂട്ടർ ലാബ് സെറ്റ് ചെയ്യുവാൻ ഞങ്ങളുമായി സഹകരിച്ച KSB മിൽ കൺട്രോൾസ് ലിമിറ്റഡ് അംഗങ്ങൾക്കും പ്രത്യേകം നന്ദി പറയുന്നു. നമ്മളിപ്പോൾ ആയിരിക്കുന്ന ഈ വരാന്തയും മുറ്റവും ടൈൽ ചെയ്ത് മനോഹരമാക്കുവാൻ സഹായിച്ച ചിറ്റ്നപ്പള്ളി ഫൗണ്ടേഷൻ അംഗങ്ങളെയും പ്രത്യേകിച്ച് ഞങ്ങളുടെ അയൽവാസിയുമായ വിനോദ് സാറിനെയും നന്ദിയോടെ ഓർക്കുന്നു. ഈ സ്ഥാപനത്തിൻ്റെ വിവിധ പ്രവർത്തനങ്ങൾക്ക് സാമ്പത്തികമായും മറ്റു വിധത്തിലും സഹകരിച്ച ഞങ്ങളുടെ മാതാപിതാക്കളെയും ഈ അവസരത്തിൽ നന്ദിയോടെ ഓർക്കുന്നു. ഇനിയും നിങ്ങളുടെ പ്രോത്സാഹനവും സഹകരണങ്ങളും പ്രതീക്ഷിക്കുന്നു. നമ്മുടെ സ്ഥാപനത്തിന്റെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാ രേഖകളും കൃത്യമായി തന്ന് ഞങ്ങളെ സഹായിക്കുന്ന തുറവൂർ പഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങൾ, സെക്രട്ടറി, AE, സ്റ്റാഫ് അംഗങ്ങൾ എന്നിവരെയും പ്രത്യേകം ഓർക്കുന്നു. സെന്റ് അൽഫോൺസ വൊക്കേഷണൽ ട്രെയിനിംഗ് സെന്ററിന്റെ ആരംഭം മുതൽ ഓരോ വർഷങ്ങളിലും പ്രവർത്തിച്ചിട്ടുള്ള PTA എക്സിക്യൂട്ടീവ് മെമ്പേഴ്സിനെയും ഇപ്പോഴത്തെ PTA പ്രസിഡന്റ് മിസ്റ്റർ ജോസ് ക്ലോട്ടക്കലിനെയും എക്സിക്യൂട്ടീവ് മെമ്പേഴ്സിനെയും ഈ തരുണത്തിൽ നന്ദിയോടെ ഓർക്കുന്നു. ഈ അവസരത്തിൽ ഞങ്ങളുടെ വികാരി ബഹുമാനപ്പെട്ട കുര്യൻ കട്ടക്കയം അച്ഛനെയും മുൻ വികാരി ബഹുമാനപ്പെട്ട ജോസഫ് അട്ടോലി അച്ഛനെയും ഇടവക സമൂഹത്തെയും നന്ദിയോടെ ഓർക്കുന്നു. നമ്മുടെ മാതൃസ്ഥാപനമായ അൽഫോൻസ സ്പെഷ്യൽ സ്കൂളിനെയും ഹെഡ് മിസ്ട്രസ് സിസ്റ്റർ സുദീപിയെയും എല്ലാ സ്റ്റാഫ് അംഗങ്ങളെയും നന്ദിയോടെ സ്മരിക്കുന്നു. നിങ്ങളുടെ സഹായങ്ങളും സഹകരണങ്ങളും പ്രോത്സാഹനങ്ങളുമാണ് ഞങ്ങളെ നയിക്കുന്നത്. മാനേജ്മെന്റ് അൽഫോൺസ് സോഷ്യൽ സെന്ററിന്റെ കീഴിൽ ഒരു ഒക്കേഷൻ ട്രെയിനിംഗ് സെന്റർ തുടങ്ങുക എന്നത് മാനേജ്മെന്റിന്റെയും ഞങ്ങളുടെയും ഒരു സ്വപ്നമായിരുന്നു. 2016 മാർച്ച് 20 സ്ഥാപിച്ച ഈ സ്ഥാപനത്തിന്റെ ആദ്യത്തെ മാനേജർ റവറൻഡ് സിസ്റ്റർ ആനീസ് വള്ളിപ്പാലമാണ്. തുടർന്നുള്ള 6 വർഷക്കാലം ഞങ്ങളുടെ മാനേജർ ആയിരുന്ന റവറൻഡ് സിസ്റ്റർ അനിറ്റ ജോസിനെയും ടീമിനെയും നന്ദിയോടെ ഓർക്കുന്നു. പ്രാർത്ഥനകൾ നേരുന്നു. നിങ്ങളുടെ പ്രോത്സാഹനത്തിനും സഹായ സഹകരണങ്ങൾക്കും നന്ദി. ഇപ്പോൾ ഈ സ്ഥാപനത്തിൻ്റെ മാനേജറായ റവറൻഡ് സിസ്റ്റർ ഷെഫി ഡേവിസിനെയും ടീമിനെയും പ്രത്യേകമായി ഡിപ്പാർട്ട്മെൻറ്റ് കൗൺസിലർ സിസ്റ്റർ ബോണി മരിയയ്ക്കും ലോക്കൽ മാനേജർ റവറൻഡ് സിസ്റ്റർ ജോവി ജോണിനും ഭവനാംഗങ്ങൾക്കും കൃതജ്ഞതയർപ്പിക്കുന്നു. ഈ ദിനത്തിൻ്റെ ആശംസകളും പ്രാർത്ഥനകളും നേരുന്നു. എൻ്റെ ഏറ്റവും ചെറിയവരിൽ ഒരുവന് നിങ്ങൾ ഇത് ചെയ്തു കൊടുത്തപ്പോൾ
എനിക്ക് തന്നെയാണ് ചെയ്തു തന്നത് എന്ന തിരുവചനം അന്വർത്ഥമാക്കി ഞങ്ങളുടെ ഈ യാത്രയിൽ എല്ലാവരുടെയും സഹായവും സഹകരണങ്ങളും പ്രതീക്ഷിച്ചുകൊണ്ട് നന്ദികൾ സമർപ്പിച്ചുകൊണ്ട് ഈ റിപ്പോർട്ട് നിങ്ങളുടെ അംഗീകാരത്തിനായി സാദരം സമർപ്പിക്കുന്നു എന്ന് സെക്രട്ടറി സിസ്റ്റർ ആൻ ഗ്രേസ്.